ചൈനയ്ക്കും കാനഡയ്ക്കുമെതിരെ പുതിയ തീരുവകൾ ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് വരെ നീളുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അതേസമയം ട്രംപ് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ കോളടിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻ വർധനവിനുള്ള സാധ്യതയാണ് ട്രംപിന്റെ താരിഫ് നീക്കത്തിലൂടെ തെളിയുന്നത്. US ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറച്ചുകൊണ്ട് ഇന്ത്യ മിതമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയിൽ ചൈനയ്ക്ക് കടുത്ത എതിരാളിയായി ഇന്ത്യ ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ചൈനയുടെ പ്രധാന കയറ്റുമതി വിപണിയാണ് US. ഇരു രാജ്യങ്ങളും തമ്മിലൊരു വ്യാപാര പ്രതിസന്ധി ഉണ്ടായ സ്വാഭാവികമായും US ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി കുറയ്ക്കുകയും പകരം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കയറ്റുമതി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇന്ത്യ അതിന്റെ ഉൽപാദന ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ മത്സരാധിഷ്ഠിത വില നിർണ്ണയം ഉറപ്പാക്കുകയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ ട്രംപിന്റെ താരിഫ് യുദ്ധ നീക്കത്തിലൂടെ ഏറ്റവും പ്രയോജനം ലഭിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് കഴിയും. കൂടാതെ ട്രംപിന് നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദ ബന്ധം ഉള്ളതിനാലും അവസരങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്.